NG's ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നോക്കിയത് സെമസ്റ്റർ 3 BA ഇംഗ്ലീഷിൻ്റെ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ അഥവാ ഹെൽ എന്നറിയപ്പെടുന്ന ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട സെമസ്റ്റർ 3 മൊഡ്യൂൾ 1 ചാപ്റ്റർ 1 ദ വിക്ടോറിയൻ ഏജ് ആണ് നോക്കിക്കൊണ്ടിരുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ അതിന്റെ ബാക്കിയായിട്ട് നമ്മൾ വിക്ടോറിയൻ ലിറ്ററേച്ചർ ആണ് പറയുന്നത്. വിക്ടോറിയൻ ലിറ്ററേച്ചറിന്റെ പാർട്ടായിട്ട് വിക്ടോറിയൻ പോയട്രിയും വിക്ടോറിയൻ പ്രോസും എന്ന് പറയുമ്പോൾ നോവൽ ആൻഡ് ഫിക്ഷൻ, ഇത്രയും കേസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വിക്ടോറിയൻ ലിറ്ററേച്ചറോട്ട് പറയാം. The Victorian literature can be spaced into two phases, the early period which ends around 1870 and the later period or the fin de siècle. Fin de siècle എന്ന് പറഞ്ഞാൽ എൻഡ് ഓഫ് എൻ എറ അല്ലെങ്കിൽ എൻഡ് ഓഫ് എ സെഞ്ചുറി ഒക്കെ ഡിനോട്ട് ചെയ്യുന്ന ഫ്രഞ്ച് വേർഡ് ആണ് fin de siècle എന്ന് പറയുന്നത്. സോ നമ്മുടെ വിക്ടോറിയൻ ലിറ്ററേച്ചർ എടുത്ത് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ രണ്ട് ഫേസസ് ആയിട്ട് അല്ലെങ്കിൽ രണ്ട് പീരീഡ്സ്, രണ്ട് പാർട്സ് ആയിട്ട് നമുക്ക് പറയാം. അതിന്റെ ഫസ്റ്റ് പാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് പീരീഡ് എന്ന് പറയുന്നത് 1870 കൂടി എൻഡ് ചെയ്യുന്നതാണ് അതിന്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് ഫേസ് ആണ് അതിന്റെ ബാക്കി അല്ലെങ്കിൽ 19th സെഞ്ചുറിയുടെ ബാക്കിയായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഒരു എൻഡ് ഓഫ് ദ സെഞ്ചുറി എന്ന് പറയുന്ന ആ ഒരു പാർട്ട്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ fin de siècle എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് ഫേസിന്റെ മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ആ ഒരു 1870 എൻഡ് ചെയ്യുന്ന ആ ഒരു ഫേസിന്റെ മെമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ ആൽഫ്രഡ് ലോർഡ് ടെന്നിസൺ, റോബർട്ട് ബ്രൗണിംഗ്, മാത്യു അർണോൾഡ്, ഡാന്റെ ഗബ്രിയൽ റോസെറ്റ്, ക്രിസ്റ്റീന റോസെറ്റ്, ചാൾസ് ഡിക്കൻസ്, ജോർജ് ഏലിയറ്റ് ആൻഡ് ദ ബ്രോൺ സിസ്റ്റേഴ്സ്. ഇത്രയും പേരാണ് ഇത് നമ്മുടെ ആ ഒരു ഏർലി പീരീഡ് അല്ലെങ്കിൽ 1870 കൂടി എൻഡ് ചെയ്യുന്ന ഫസ്റ്റ് പീരീഡ് ഓഫ് ദ വിക്ടോറിയൻ ലിറ്ററേച്ചറിനകത്ത് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. ഇനി നമ്മുടെ fin de siècle അല്ലെങ്കിൽ ലേറ്റർ പീരീഡ് നോക്കുകയാണെങ്കിൽ അതിന്റെ മെമ്പേഴ്സ് ആണ് ആരൊക്കെ? നമ്മുടെ തോമസ് ഹാർഡി, റഡിയാർഡ് കിപ്ലിംഗ്, ജോർജ് മെർഡിത്ത്, ജെറാർഡ് മാൻലി ഹോപ്കിൻസ്, റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആൻഡ് ഓസ്കാർ വെൽഡ്. ഇത്രയും പേരാണ് ആ ഒരു fin de siècle എന്ന് പറയുന്ന ആ ഒരു സെക്കൻഡ് ഫേസ് അല്ലെങ്കിൽ ലേറ്റർ ഫേസിന്റെ മെമ്പേഴ്സ്. ഇനി the writers of the Victorian age were continually influenced by their romantic counterparts even as the age showed signs of new literary sensibilities. The Victorians kept alive the Gothic genre in fiction. At the same time, writers turned their attention to the striking societal problems of the day. നമുക്കറിയാം ആ ഒരു റൊമാൻറ്റിക് പോയട്രീസിനെ അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയറ്റ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു പീരീഡാണ് നമ്മുടെ വിക്ടോറിയൻ പീരീഡ് എന്ന് പറയുന്നത്. അത് സയൻസിലായാലും എഡ്യൂക്കേഷന്റെ കേസിലായാലും റിലീജിയന്റെ കേസിലായാലും പൊളിറ്റിക്സിലായാലും എല്ലാ കേസിലും നോക്കുകയാണെങ്കിലും വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ച ഒരു പീരീഡാണ്. സോ അത്തരത്തിലുള്ള പുതിയ ഒരു റീഡിംഗ് പബ്ലിക് അല്ലെങ്കിൽ ന്യൂ ലിറ്റററി സെൻസിബിലിറ്റീസ് ഉണ്ടായിരിക്കെ കൂടി അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു റൊമാൻറ്റിക് പോയട്രിയാണ് അവരെന്ത് ചെയ്തത്? അവർ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടത്. സോ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ഒരു പോയട്രിയും പ്രോസും ഒക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. സോ വിക്ടോറിയൻ പോയട്രി നോക്കാം. While the Romantics lived in a world of their own, the Victorians lived in the world of their day, which looked up to them for guidance. അതായത് നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അവർ അവരുടേതായിട്ടുള്ള കാലഘട്ടത്തിൽ ജീവിച്ച് മരിച്ചു. നമ്മുടെ വിക്ടോറിയൻ പോയറ്റ്സ് വിക്ടോറിയൻ കാലഘട്ടത്തെ കാര്യങ്ങളെ റൊമാൻറ്റിക് പോയറ്റ്സിനെ ഒരു ഗൈഡൻസ് ആയിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്തു? പോയട്രീസ് എഴുതി. അതാണ് പറയുന്നത് വിക്ടോറിയൻ പോയറ്റ്സ് ലിവ്ഡ് ഇൻ ദെയർ ഓൺ ഡേ. എന്ത് ചെയ്തു? അവർ അവരുടേതായിട്ടുള്ള വിക്ടോറിയൻ പോയറ്റ്സ് വിക്ടോറിയൻ കാലഘട്ടത്തെ കുറിച്ച് തന്നെ എഴുതി. പക്ഷെ എന്ത്? വിച്ച് ലുക്ഡ് അപ് ടു ദം. ഏത് ദം ആണ്? നമ്മുടെ റൊമാൻറ്റിക് പോയറ്റ്സ്. ദേ ലുക്ഡ് അപ് ടു ദ റൊമാൻറ്റിക് പോയറ്റ്സ് ഫോർ ഗൈഡൻസ്. The breathtaking changes in politics, industry, science and religion had upset all old calculations. മുമ്പുണ്ടായിരുന്ന എല്ലാ വ്യവസ്ഥകളെയും തകർത്തെറിഞ്ഞുകൊണ്ടിട്ടുള്ളതായിരുന്നു ഏത്? നമ്മുടെ പുതുതായിട്ട് വിക്ടോറിയൻ ഏജിൽ കടന്നു വന്ന ആ ഒരു സയന്റിഫിക്കും പൊളിറ്റിക്കലും ഇൻഡസ്ട്രിയലും റിലീജിയസും ആയിട്ടുള്ള റെവല്യൂഷൻസ്. The romantic poetry, by and large, was written for the delight of the poet himself than for that of the reader. നമ്മുടെ റൊമാൻറ്റിക് പോയട്രി എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? വായനക്കാരന്റെ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ലായിരുന്നു. പകരം എന്താണ്? അത് എഴുത്തുകാരന്റെ ഒരു ആത്മസംതൃപ്തി നൽകുന്ന രീതിയിലുള്ളതായിരുന്നു ഏത്? നമ്മുടെ റൊമാൻറ്റിക് പോയട്രി എന്ന് പറയുന്നത്. പക്ഷേ with the rise of democracy and the expansion of education, the reading public grew and the concept of poets function also changed. നമുക്ക് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു സിസ്റ്റം അല്ല ഇപ്പൊ വിക്ടോറിയൻ ഏജിൽ വന്നപ്പോൾ ആ ഒരു ഡെമോക്രാറ്റിക് അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളുടെ വളർച്ചയും എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും അതൊക്കെ കൂടി വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഒരു റീഡിംഗ് പബ്ലിക്കിന്റെ കോൺസെപ്റ്റിലുള്ള പോയറ്റിന്റെ ഫങ്ഷൻ മാറി. മുമ്പ്
ആരോ ഒരാൾ എന്തോ പാടി പോകുന്നു എന്നുള്ള രീതിയിലായിരുന്നെങ്കിൽ ഇപ്പൊ പോയിട്ട് എന്തായി, ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസർ ആയിട്ട് പോയിട്ട് മാറി. ആ ഒരു പോയിറ്റിന്റെ ഫങ്ഷൻ തന്നെ സൊസൈറ്റിയിൽ മാറി. സോ അതുകൊണ്ട് എന്ത് ചെയ്തു, പോയിറ്റ്സ് ഹാഡ് ടു ചൂസ് സബ്ജക്ട്സ് ദാറ്റ് ഇൻട്രസ്റ്റഡ് ദ കോമൺ റീഡർ. സാധാരണക്കാരനായിട്ടുള്ള വായനക്കാരന് അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകുന്ന രീതിയിലുള്ള തീംസ് സെലക്ട് ചെയ്യേണ്ടതായിട്ട് ആർക്ക് വന്നു, നമ്മുടെ പോയിറ്റ്സിന് വന്നു. സോ വിക്ടോറിയൻ പോയട്രി കെയിം ടു ബി റിലേറ്റഡ് മോർ ടു ലൈഫ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, നമ്മുടെ വിക്ടോറിയൻ പോയട്രി റൊമാൻറ്റിക് പോയട്രിയേക്കാൾ എന്ത് ചെയ്തു, മോർ റിലേറ്റഡ് ടു ലൈഫ് ആയിട്ട് വന്നു, അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് മാറി. The poets of the ages permeated either by doubt or by പോസിറ്റീവ് ബിലീഫ് ഇൻ ഗോഡ്. നമ്മൾ ആ ഒരു റിലീജിയന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നപ്പോൾ ജനങ്ങളെല്ലാം ഫുൾ കൺഫ്യൂസ്ഡ് ആയി. ആ ഒരു ഡാർവിന്റെ തിയറി ഒക്കെ വന്ന സമയത്ത് ജനങ്ങൾക്ക് ഫുൾ കൺഫ്യൂഷൻ, ദൈവത്തെ വിശ്വസിക്കണോ അതോ സയൻസിൽ വിശ്വസിക്കണോ എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ വന്നു. സോ ആ ഒരു കൺഫ്യൂഷൻ തന്നെ ഏതിലും റിഫ്ലക്ട് ചെയ്യാണ്, അവിടുത്തെ ലിറ്ററേച്ചറിലും റിഫ്ലക്ട് ചെയ്യാണ്. ആ ഒരു അവിടുത്തെ മെയിൻ തീംസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെപ്ത് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ എല്ലാ കാര്യങ്ങളെയും ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് കാണുന്ന ഒരു കാഴ്ചപ്പാടായിരിക്കാം, അല്ലെങ്കിൽ എല്ലാം ദൈവത്തിന്റെ വക ആണ്, അല്ലെങ്കിൽ ആ ഒരു ദൈവം എന്ന കോൺസെപ്റ്റിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കാം. സോ ഇങ്ങനത്തെ രണ്ട് രീതിയിലായിരിക്കാം ആ എഴുത്തുകളെല്ലാം വന്നത്, അല്ലെങ്കിൽ പോയട്രി എല്ലാം ഉണ്ടായത്. സയൻസ് ഹാഡ് ഇറ്റ്സ് ഇമ്പാക്ട്സ് ഓൺ ദ പോയിറ്റ്സ് ആറ്റിറ്റ്യൂഡ് ടു നേച്ചർ. ആ ഒരു നേച്ചർ എന്ന എലമെന്റിനോട് പോയിറ്റ്സിന് എപ്പോഴും ഉള്ള ഇഷ്ടമാണ്. നേച്ചർ എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണെന്നും പറഞ്ഞ് തള്ളിവിടുന്നത്. പക്ഷെ ഈ ഒരു വിക്ടോറിയൻ ഏജിൽ പുതിയ സയൻസിന് അല്ലെങ്കിൽ ആ ഒരു ശാസ്ത്രത്തിനുണ്ടായ മാറ്റം അല്ലെങ്കിൽ വളർച്ച എന്തിലുണ്ടാക്കിയ, പോയറ്റിന്റെ നേച്ചർ എന്ന കോൺസെപ്റ്റിനോടുള്ള ചിന്താഗതിയിൽ തന്നെ എന്ത് ചെയ്തു, വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കി. The poet saw no spark of divinity in nature. He observed and described it with scientific accuracy. മുമ്പത്തെ റൊമാൻറ്റിക് പോയിറ്റ്സ് ഒക്കെ കണ്ടതുപോലെ വളരെ ദൈവികമായിട്ടുള്ളതൊന്നും നേച്ചറിൽ ആർക്ക് കാണാൻ സാധിച്ചില്ല, വിക്ടോറിയൻ പോയിറ്റ്സിന് കാണാനായിട്ട് സാധിച്ചില്ല. അവർ എന്ത് ചെയ്തു, നേച്ചറിനെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്യുകയും ഡിസ്ക്രൈബ് ചെയ്യുകയുമാണ് ചെയ്തത്. Under the impact of science, poetry became more rational and less extravagant. ഒരുപാട് ഗ്യാസ് കയറ്റിയുള്ള തള്ളലും ഒന്നും ഇല്ലാത്ത രീതിയിൽ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്തു, പോയട്രി മാറി അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് സയൻസ്. The Victorian poets can be classified as follows. The two major poets, Tennyson and Browning. The skeptics, Arthur Hugh Clough, Edward Fitzgerald, Matthew Arnold and James Thomson. The pre-Raphaelites, consisting of Dante Gabriel Rossetti, William Morris, Algernon Charles Swinburne and the woman poets. അപ്പൊ നമ്മുടെ വിക്ടോറിയൻ പോയറ്റ്സിനെ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് എത്ര ക്ലാസിഫിക്കേഷൻ ആണ്? ഫസ്റ്റ് വൺ ദ ടു മേജർ പോയറ്റ്സ്, second one the skeptics, third one the pre-Raphaelites and fourth one the woman poets. ഇങ്ങനെ 4 ഗ്രൂപ്പ് ആയിട്ടാണ് വിക്ടോറിയൻ പോയറ്റ്സ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഫസ്റ്റ് വൺ ആയിട്ടുള്ള ടു മേജർ പോയറ്റ്സ് ആണ് ടെന്നിസൺ ആൻഡ് ബ്രൗണിങ്. രണ്ടാമത്തെ സ്കെപ്റ്റിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വരുന്നതാണ് ആർത്തർ ഹ്യൂ ക്ലോ, എഡ്വേർഡ് ഫിറ്റ്സ്ഗെറാൾഡ്, മാത്യു അർണോൾഡ് ആൻഡ് ജെയിംസ് തോംസൺ. പിന്നെ പ്രീ റാഫാലൈറ്റ്സിൽ വരുന്നതാണ് ഡാന്റെ ഗബ്രിയൽ റോസെറ്റ്, വില്യം മോറിസ്, ആൽഗർനോൺ ചാൾസ് സ്വിൻബേൺ ആൻഡ് പിന്നെ വരുന്നത് വുമൺ പോയറ്റ്സ്. ഇങ്ങനത്തെ 4 ക്ലാസിഫിക്കേഷനിലാണ് വിക്ടോറിയൻ പോയറ്റ്സിനെ നമ്മൾ പറയുന്നത്. സോ ഇത്രയുമാണ് വിക്ടോറിയൻ പോയട്രി. ഇനി വിക്ടോറിയൻ പ്രോസിൽ അല്ലെങ്കിൽ വിക്ടോറിയൻ ഫിക്ഷനും നോവലും ഒക്കെ നോക്കുകയാണെങ്കിൽ the novel became the most popular genre in the Victorian era. It became a vehicle of ideas and also a means of amusement. ആൾക്കാരെ എന്താണ് വളരെയധികം അമ്യൂസ്ഡ് ആക്കുന്ന അല്ലെങ്കിൽ എന്താണ് വളരെയധികം ചിന്തിപ്പിക്കുന്നതും എന്റർടൈൻ ചെയ്യിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റൈറ്റിംഗ് ആയിട്ട് ആണ് ഏത് വളർന്നത്, നമ്മുടെ ഫിക്ഷൻ വളരുന്നത്. നമുക്കറിയാം ആ റൈസ് ഓഫ് ഫിക്ഷൻ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന അല്ലെങ്കിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ട് വരുന്ന ഒരു പീരീഡ് ആണ് വിക്ടോറിയൻ പീരീഡ്. The Victorian novel reflected all the complex forces which influenced the age. ആ ഒരു കാലഘട്ടത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള എല്ലാ മേജർ കോംപ്ലിക്കേറ്റഡ് ഐഡിയാസിനെയും ഏത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ വിക്ടോറിയൻ റൈറ്റിംഗ്സ് അല്ലെങ്കിൽ വിക്ടോറിയൻ നോവൽസിൽ റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. The spread of science made the novel realistic and analytical. ആ ഒരു ശാസ്ത്ര മേഖല നമുക്ക് പോയട്രിയിൽ വന്നതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ കൂടുതൽ റിയലിസ്റ്റിക്കും അതുപോലെ അനലിറ്റിക്കലുമാക്കി മാറ്റുന്നുണ്ട്. The spread of democracy gave a social and humanitarian dimension to the novel. വെറും ഒരു കഥ എന്നുള്ളതിനപ്പുറം
ജനാധിപത്യ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹികവും അതുപോലെ തന്നെ മാനുഷികപരവുമായിട്ടുള്ള മൂല്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളതായിട്ട് ഏത് മാറി? നോവൽ മാറി. Though several authors tried to give a comprehensive picture of contemporary society, the general tendency was towards specialization, leading to novels of the sea, of military life, of high life, middle class life, low life, industrial life, and so on. ഒരു ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എല്ലാവരും ആ ഒരു ഹോൾ സൊസൈറ്റിയുടെ എല്ലാ മേഖലകളെയും ഒരുമിച്ച് കോംപ്രഹെൻസീവ് ആയിട്ട് അവതരിപ്പിക്കാനാണ് ശ്രമിച്ചതെങ്കിൽ കൂടി എന്ത് ചെയ്തു? നമ്മൾ ഒരു വർക്ക് എടുത്ത് നോക്കിയാൽ അതിനകത്തെല്ലാം ഒരു പർട്ടിക്കുലർ തീമിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് നമുക്ക് തോന്നാനായിട്ട് തുടങ്ങി. ലൈക്ക് നോവൽസ് റിലേറ്റഡ് ടു, അല്ലെങ്കിൽ നോവൽസ് ഓഫ് ദ സീ, കടലിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു കടലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ റൈഡേഴ്സ് ടു ദ സീ ഒക്കെ പഠിച്ചതുപോലെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കടലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ലൈഫിനെ പറയുന്നത്, അല്ലെങ്കിൽ മിലിറ്ററി ലൈഫിനെ മാത്രം ഫോക്കസ് ചെയ്ത്, അല്ലെങ്കിൽ ഹൈ ക്ലാസ് ലൈഫ്, മിഡിൽ ക്ലാസ് ലൈഫ്, ലോവർ ക്ലാസ് ലൈഫ്, ഇൻഡസ്ട്രിയൽ ലൈഫ്, വർക്കിംഗ് പേഴ്സന്റെ അവരുടെ ലൈഫ്, അങ്ങനെ ഓരോ സെക്ഷൻസ് ഓഫ് സൊസൈറ്റീസ് ഫോക്കസ് ചെയ്യുന്നത് പോലെ എന്ത് ചെയ്യാൻ തുടങ്ങി? നമ്മുടെ ആ ഒരു വർക്ക് മാറാനായിട്ട് തുടങ്ങി. Many novelists of the period were drawn to short fiction or short stories, most of which are published in journals and periodicals. ഈ ഒരു 19th സെഞ്ചുറിയുടെ അല്ലെങ്കിൽ വിക്ടോറിയൻ പീരീഡിന്റെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഫാക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ന്യൂസ് പേപ്പറിനും അത്തരത്തിലുള്ള കാര്യങ്ങൾ, ജേർണൽസിന്റെയും ഒക്കെ ഒരു വളർച്ച. സോ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? മുമ്പൊക്കെ പുസ്തക രൂപത്തിൽ വന്നിരുന്ന റൈറ്റിംഗ്സ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു? പല ഭാഗങ്ങളായിട്ട് ന്യൂസ് പേപ്പേഴ്സിന്റെ കൂടെയും അല്ലെങ്കിൽ ജേർണൽസിന്റെയും പീരിയോഡിക്കൽസിന്റെയും ഒക്കെ കൂടെയായിട്ട് എന്ത് വരാനായിട്ട് തുടങ്ങി? നമ്മുടെ നോവൽസ് വരാനായിട്ട് തുടങ്ങി. H.E. Bates observes that this genre languished in Great Britain, unlike its American counterparts, because no single writer appealed to it in a technique different from that of the novel. നമ്മുടെ H.E. ബേറ്റ്സ് എന്ന് പറയുന്ന വ്യക്തി ഒബ്സർവ് ചെയ്തതാണ് that this genre, ഏത് ജെൻഡർ? നമ്മുടെ വിക്ടോറിയൻ ഫിക്ഷൻ ലാംഗ്വിഷ്ഡ് എന്ന് പറഞ്ഞാൽ വീക്കായിട്ട് വന്നു, അല്ലെങ്കിൽ കുറച്ച് അതൊരു ഫ്രം ടോപ്പിൽ നിന്നും താഴേക്കാണ് വളരുന്നത്. ലാംഗ്വിഷ്ഡ് ഇൻ ഗ്രേറ്റ് ബ്രിട്ടൻ, അല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ വിക്ടോറിയൻ നോവൽ അല്ലെങ്കിൽ വിക്ടോറിയൻ ഫിക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ജെൻഡർ എന്ത് സംഭവിക്കുകയാണ്? ഗ്രേറ്റ് ബ്രിട്ടനിൽ എന്ത് ചെയ്യാണ്? വളരെയധികം താഴേക്ക് വരികയാണ്, അല്ലെങ്കിൽ അത് ഒരു പ്രോഗ്രസ് ഇല്ലാതെ സംഭവിക്കുകയാണ്. കാരണം എന്താണ്? ബിക്കോസ് ആ ഒരു റൈറ്റിംഗ് ടെക്നിക്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഒക്കെ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു യുണീക്നെസ് കൊണ്ടുവരാനായിട്ട് റൈറ്റേഴ്സ് ആരും തന്നെ ശ്രമിച്ചില്ല, അൺലൈക്ക് ആരെ പോലെ? നമ്മുടെ അമേരിക്കൻ പേഴ്സണെ പോലെ. അതുകൊണ്ട് ബ്രിട്ടനിൽ എന്ത് ചെയ്യുന്നു? ആ ഒരു ജെൻഡർ താഴേക്ക് വരുന്നു. അമേരിക്കയിലാണെങ്കിലോ ആ സമയത്ത് ഇത് വളരെയധികം ഉയരങ്ങളിലേക്ക് പോകുന്നു. ഇതാണ് നമ്മുടെ H.E. ബേറ്റ്സിന്റെ ഒരു ഒബ്സർവേഷൻ. അടുത്തത് വിക്ടോറിയൻ നോവലിനെ കുറിച്ചാണ്. വിക്ടോറിയൻ നോവലിൽ മെയിൻ ആയിട്ടുള്ളത് ചാൾസ് ഡിക്കൻസ്, വില്യം മേക്പീസ് താക്കറെ ആൻഡ് ജോർജ് എലിയറ്റ് എപ്പിറ്റമൈസസ് ദ ഫിക്ഷൻ ഓഫ് ദ വിക്ടോറിയൻ എറ. ഡിക്കൻസ് യൂസ് ദ നോവൽ ഫോർ സോഷ്യൽ റിഫോംസ്, അല്ലെങ്കിൽ ആ ഒരു സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ടാണ് നമ്മുടെ ചാൾസ് ഡിക്കൻസ് അദ്ദേഹത്തിന്റെ വർക്ക്സ് എല്ലാം ഫോക്കസ് ചെയ്തത്. താക്കറെ സറ്റാറൈസ് ദ പ്രിറ്റൻഷ്യസ് അപ്പർ ക്ലാസ് സൊസൈറ്റി, അല്ലെങ്കിൽ അനുകരിക്കാൻ ശ്രമിക്കുന്ന, മറ്റുള്ളതിനെയൊക്കെ അനുകരിക്കാൻ ശ്രമിക്കുന്ന അപ്പർ ക്ലാസ് സൊസൈറ്റിയുടെ ആ ഒരു രീതികളെയൊക്കെ സറ്റാറൈസ് ചെയ്യാനായിട്ടാണ് നമ്മുടെ താക്കറെ അദ്ദേഹത്തിന്റെ വർക്ക്സിൽ ശ്രമിച്ചത്. ആൻഡ് ജോർജ് എലിയറ്റ് മെയ്ഡ് ഡൈഡാക്ടിക് യൂസ് ഓഫ് ദ നോവൽ. ഡൈഡാക്ടിക് യൂസ് എന്ന് പറയുമ്പോൾ ഒരു മോറൽ വാല്യൂ നൽകാനായിട്ടുള്ള രീതിയിലുള്ള വർക്കാണ് അദ്ദേഹം എഴുതിയത്. സോ ഇത്രയുമാണ് നമ്മുടെ വിക്ടോറിയൻ പ്രോസിനകത്തുള്ളത്.